ആൾക്കാരുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിസിനസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ പറയാതിന് ബ്രോക്ക് അറിയാൻ പറ്റും. തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ്, കംപ്ലൈന്റ് പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. ഇവിടെ 22 വർഷമായിട്ട് 20ഓളം ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഓഫീസുണ്ട്. കംപ്ലൈന്റ് ചെയ്യാത്ത എന്താ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ എന്താണ്? അല്ല, ഞാൻ ചലഞ്ച് ചെയ്യാണ്. ഫേക്ക് കമ്പനി ഇവിടെ മുറ്റത്ത് കിടന്നിട്ട് പിന്നെന്താ ആൾക്കാരൊന്നും ചെയ്യാത്ത ഓഫീസിൽ ജനുവൻ കമ്പനി ഫേക്ക് ആണെങ്കിൽ ഇവിടുത്തെ പോലീസുകാരും രാഷ്ട്രീയക്കാരും ആരും വെറുതെ ഇരിക്കില്ല. ശരി, ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ചെയ്യാം. എന്താ പറയാ, നല്ല രീതിയിൽ മൂവ് ചെയ്യാനും സക്സസ്ഫുൾ ആകാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ആ ഒരു രീതി എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? പിന്നെ റിയൽ ഫൗണ്ടർ സിറിയക്കാണ്. അപ്പൊ ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്തതിനെ പോലെ വന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ വർക്ക് നമ്മൾ ഓൺലൈനിൽ സ്വിച്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമുക്ക് നല്ല രീതിയിലുള്ള ഈ ഓപ്പർച്യൂണിറ്റി ജനങ്ങളോട് ഞാൻ സാധിക്കും. ഇപ്പൊ ഡിഗ്രിയും കഴിഞ്ഞ് PG കഴിഞ്ഞ് PhD കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പോകാം. PhD ആയതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഫോറെവറിലും മാനേജറായി. നമ്മുടെ ടീമിൽ തന്നെ ഒരുപാട് ടോപ്പ് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരുന്ന ആൾക്കാരുടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പല ഏരിയാസിലുള്ള 2050 ബില്യണേഴ്സ് എന്ന് പറയുന്നത് ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും. അവര് 10 ഓഫീസോ